ശ്രീ ശശിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ശശി, ഈ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നുള്ള ആവശ്യത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് വികസിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാനം ആവശ്യപ്പെടും അതത് സ്റ്റേറ്റ് ആക്കി കിട്ടണമെന്ന്. കേരളത്തിനകത്ത് മറ്റൊരു മലപ്പുറം സ്റ്റേറ്റ് ആവും. അങ്ങനെ ഒരു ആവശ്യം ആരെങ്കിലും ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ? അത് വരും. അതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അവരാരെങ്കിലും മലപ്പുറം ഒരു പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മുസ്ലിം ഭൂരിപക്ഷം പറ്റില്ലേ? അപ്പൊ ഈ താങ്കൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ ഹിന്ദു ഭൂരിപക്ഷമില്ലേ? അപ്പൊ അങ്ങനെ താങ്കൾക്ക് അവിടെ ഒരു വേറെ സ്റ്റേറ്റ് ആക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആരും ആവശ്യപ്പെട്ടത് അതേക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പൊ പിന്നെ മലപ്പുറത്തുകാർ മാത്രം ചിന്തിക്കുമെന്ന് താങ്കൾ എന്താണ് കണക്കാക്കുന്ന കാര്യം? മലപ്പുറത്തുകാരുടെ ജനങ്ങളുടെ രീതി അങ്ങനെയാണ്. അതെങ്ങനെയാണ്? എന്താണ് താങ്കളുടെ തെളിവ്? എന്താണ് തെളിവ് പറഞ്ഞാൽ ശരിയാവത്തില്ല സാർ. തെളിവ് പറയാൻ ശരിയാകത്തില്ലെങ്കിൽ പിന്നെ താങ്കൾക്ക് പെട്ടെന്ന് തോന്നിയൊരു അഭിപ്രായം പറഞ്ഞാൽ മതിയോ? അല്ല, ഈ ഒരു അഭിപ്രായം ഇവിടെ താങ്കൾ കൊല്ലം ജില്ലയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ കുഴപ്പമൊന്നുമില്ലെന്ന് താങ്കൾ തന്നെ പറയുന്നത്. എങ്കിൽ മലപ്പുറത്ത് മുസ്ലിം ഭൂരിപക്ഷം കൂടുതലായാലും എന്താ കുഴപ്പം? അവിടെ അതാ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ് ആവശ്യപ്പെടും. അല്ല, അത് കൊല്ലം ജില്ലയിലെ വേറെ ഏതെങ്കിലും രാവിലെ ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഏതെങ്കിലും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് തമ്മിൽ എന്താണ് വ്യത്യാസം? മലപ്പുറത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് പുറത്ത് വന്നിട്ടില്ല. അത് ആരാവശ്യപ്പെട്ട്? മലപ്പുറത്ത് അത് അവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ. ഏത് രാഷ്ട്രീയക്കാർ പറയും? നമുക്ക് രാഷ്ട്രീയക്കാർ അറിയാൻ വയ്യാത്ത ആരുമല്ലല്ലോ. അത് പറഞ്ഞുകൂടാ സാർ. അതെന്താ പറഞ്ഞുകൂടാ? താങ്കൾ അങ്ങനെ ഒരു ഈ കേരളത്തിനകത്ത് ഒരു വിഘടനവാദം നടക്കുന്നെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയല്ലേ വേണ്ടത്? അത് താങ്കൾ ഈ ന്യൂസ് എയ്റ്റിനോട് തന്നെ പുറത്ത് കൊണ്ടുവന്നോളൂ. താങ്കൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞോളൂ. അത് രഹസ്യമൊക്കെ വെക്കുന്നത് ഇവിടെ അപകടമായ രേഖയാണ്. എന്ത് രേഖ? പണ്ട് ഇതേക്കുറിച്ച് സംസാരിച്ചതിന് ആക്രമിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് കേരളത്തിൽ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും ആക്രമിക്കത്തൊന്നുമില്ല. താങ്കൾക്ക് അങ്ങനെ പറയുന്നതിനകത്ത് വ്യാജരേഖയല്ല. താങ്കൾ ഈ പറഞ്ഞെല്ലാം വ്യാജമല്ലെങ്കിൽ താങ്കൾക്ക് ധൈര്യമായി പറയാം. എന്തായാലും എന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. ഇതെന്ത് അഭിപ്രായമാണ്? ഇത് അഭിപ്രായമല്ല, ഇത് വർഗീയതയല്ലേ? താങ്കൾക്കുള്ള മുസ്ലിം വിരോധം താങ്കൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താണ് അതിൽ എന്താ അഭിപ്രായം ഇതിനകത്ത്? സാർ, ഞാൻ ഇനി അങ്ങോട്ടൊന്നും സംസാരിക്കാൻ ഒക്കത്തില്ല. അതാണ് ഇത്. അങ്ങനെ ഒരു വിഷയമാണ്. അങ്ങനെ ഒരു വിഷയവുമില്ല. താങ്കൾ മനസ്സിലാക്കി വെച്ചേക്കുന്നതിലെ തെറ്റേ ഉള്ളൂ. കണ്ണ് തുറന്ന് കാണുക, കണ്ണ് തുറന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും. അല്ലാതെ ഏതെങ്കിലും ഒരു മതക്കാരെ വിരോധം വെച്ച് നിന്നാൽ താങ്കൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും. പറയാൻ പറ്റില്ല എന്ന് തോന്നും. കേരളത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥയുമില്ല. കേരളത്തിൽ ആരും പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇത് ചില വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന പ്രചരണങ്ങളാണ്. അത് വിശ്വസിച്ചാൽ താങ്കൾക്ക് അങ്ങനെയൊക്കെ തോന്നും. എന്റെ മനസ്സിൽ ഇതൊന്നും ഇരിക്കട്ടെ. എനിക്കിതൊക്കെ കേട്ടാൽ മനസ്സിലാവും ശ്രീ ശശി. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാവും താങ്കളുടെ മനസ്സിൽ എന്താണെന്ന്. ഇത് പിന്നാലെ വരും. ഒരു പിന്നാലെയും വരില്ല. ഒരു പിന്നാലെയും വരില്ല. താങ്കളെ ഇത് പഠിപ്പിച്ച ആളുകളോട് തന്നെ താങ്കൾ തിരിച്ചു ചോദിക്കൂ. അതായിരിക്കും നല്ലത്. ഇതിപ്പോ വെയിറ്റിംഗ് ലിസ്റ്റ് ഒരുപാട് പേരുണ്ട് സാർ. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേള്. ശരി, ഓക്കെ. ശ്രീ വർഗീസ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഈ മലപ്പുറം വിഭജനം എന്നുള്ള ആവശ്യത്തെ കാണുന്നത്? ഞാൻ കാണുന്നത് ആദ്യം തന്നെ ഒരു കാര്യം വരട്ടെ. ഞാൻ എന്നും പെരുമ്പാവൂരിൽ അറിയപ്പെടാം. ഇന്ന് എന്നോട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.